പാന്റും ഷർട്ടും ധരിച്ച് ജെൻഡർ ഈക്വാലിറ്റി നേടി എന്ന് അവകാശപ്പെടുന്ന കുറച്ച് സ്കൂൾ വിദ്യാർത്ഥിനികളാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. നമുക്ക് കേരളത്തിന്റെ വസ്ത്രവൈവിധ്യങ്ങളുടെ ചരിത്രത്തിലേക്ക് ഒന്ന് നോക്കാം. വിദ്യാലയങ്ങളിലെ വേഷവിധാനത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും നമുക്ക് പരിശോധിക്കാം. ശരീരത്തെ തുണികൾ കൊണ്ട് മറച്ചു പിടിക്കുക എന്നതാണല്ലോ വസ്ത്രധാരണം എന്ന വാക്ക് അർത്ഥമാക്കുന്നത്. ഒരു സമൂഹത്തിന്റെ വസ്ത്രധാരണത്തിന് അവർ വസിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥയോട് മാത്രമല്ല സംസ്കാരത്തിനോടും ബന്ധമുണ്ട്. മലയാളി തന്റെ ദേശത്തിനും കാലാവസ്ഥയ്ക്കും ഇണങ്ങിയ വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിരുന്നത്. 90 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ നിലനിന്നിരുന്ന വസ്ത്രധാരണ രീതി നമുക്കൊന്ന് പരിശോധിക്കാം. മനുഷ്യൻ വേട്ടയാടി ഉപജീവനം നടത്തിയിരുന്ന 30,000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ തുകൽ കൊണ്ടുള്ള വസ്ത്രങ്ങൾ തുന്നിയുണ്ടാക്കിയതിന് ചരിത്രപരമായ തെളിവുകളുണ്ട്. തങ്ങളുടെ ശരീരം ആവരണം ചെയ്ത് സൂക്ഷിക്കേണ്ടതാണെന്ന കാര്യം അതിപുരാതന കാലത്തെ ജനതയ്ക്ക് പോലും അറിയാമായിരുന്നു. ശരീരത്തെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കുക എന്ന പ്രാഥമിക ഉദ്ദേശത്തിൽ നിന്നും വ്യത്യസ്തമായി ചൂട്, തണുപ്പ്, പ്രാണികൾ, രാസവസ്തുക്കൾ, രോഗാണുക്കൾ എന്നിവയിൽ നിന്നുള്ള സംരക്ഷണ ധർമ്മം കൂടി വസ്ത്രധാരണത്തിനുണ്ട്. കേരളത്തിൽ ഇന്ന് കാണുന്ന വസ്ത്രധാരണ രീതികളെല്ലാം നിലവിൽ വന്നിട്ട് 1.5 നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ പോലും ഭൂരിപക്ഷം ആൾക്കാരും ഷർട്ടും ബ്ലൗസും ധരിച്ചിരുന്നില്ല. നമ്മുടെ വസ്ത്രധാരണം ചില സൂചകങ്ങളായും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. മതപരമായ സൂചനകൾ, പദവി സംബന്ധിച്ച സൂചനകൾ എന്നിവയാണവ. കേരളത്തിലെ പ്രധാന മതവിഭാഗങ്ങളായ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെല്ലാം അവരവരുടേതായ തനത് വസ്ത്രധാരണ രീതിയുണ്ട്. പോലീസ്, പട്ടാളം, ഡോക്ടർ, വക്കീലന്മാർ തുടങ്ങിയ പദവികളെയും പ്രത്യേക വസ്ത്രധാരണ രീതിയിലൂടെ മനസ്സിലാക്കാനാവും. വിദ്യാർത്ഥികളുടെ യൂണിഫോമും അത്തരത്തിൽ തന്നെ ഒരു സൂചകമാണ്. ഉന്നതകുല ജാതർക്ക് മാത്രം ബ്ലൗസും മേൽമുണ്ടും ധരിക്കാം എന്ന ഒരു രീതി ഇവിടെ നിലനിന്നിരുന്നത്രേ. അന്ന് സ്വന്തം ശരീരം മറച്ചു നടക്കാൻ വേണ്ടി കേരളീയ വനിതകൾക്ക് വലിയ സമരങ്ങൾ വരെ നടത്തേണ്ടി വന്നത്രേ. ബ്രാഹ്മണ കുലജാതരായ സ്ത്രീകൾ മേൽമുണ്ടോ ബ്ലൗസോ ഉപയോഗിച്ചിരുന്നില്ല എന്നും അറിവുള്ളവർ പറയുന്നു. ഇന്ന് മലയാളി തങ്ങളുടെ വസ്ത്രധാരണ രീതിയിൽ ഏറെ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. നമുക്കിന്ന് മറുനാടൻ രീതികളോടാണ് ഏറെ പ്രിയം. പണ്ട് ബ്ലൗസ് ഇടാൻ സമരം നടത്തി. പിന്നെ അതിനു മുകളിൽ മേൽമുണ്ട് ധരിക്കാൻ സമരം നടത്തി. ഇന്ന് ഓരോന്നായി ഊരി മാറ്റി ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അല്പവസ്ത്രം ധരിക്കുന്നത് പുതിയ ഫാഷനാകുന്നു. ആധിപത്യങ്ങൾ അവസാനിപ്പിക്കേണ്ടതും അവസര സമത്വം കിട്ടേണ്ടതും അത്യാവശ്യമാണ്. പക്ഷേ അത് വസ്ത്രധാരണം തുല്യമാക്കിയാൽ ലഭിക്കുമെന്നത് മൂഢത്തരമാണ്. മാന്യമായ ഏത് വസ്ത്രവും ആർക്കും ധരിക്കാം. പക്ഷേ സൗകര്യം മാത്രം നോക്കിയല്ല വസ്ത്രം തീരുമാനിക്കേണ്ടത്. കേരളത്തിലെ മിക്ക സ്ത്രീകളും ഭവനങ്ങളിൽ നൈറ്റിയാണ് ഉപയോഗിക്കുന്നത്. എവിടെയും കെട്ടുപാടുകളില്ലാത്ത, ശരീരത്തിന് സ്വാതന്ത്ര്യം നൽകുന്ന വസ്ത്രം. എന്നാൽ അത് ധരിച്ചുകൊണ്ട് ഓഫീസിൽ ജോലിക്ക് വന്നാൽ എങ്ങനെയിരിക്കും? എനിക്കിതാണ് കംഫർട്ടബിൾ എന്ന ന്യായം അവർക്കും പറയാം.
പുരുഷന്മാർ അമ്പലത്തിൽ പോകുന്നത് ഷർട്ട്, ബനിയൻ മുതലായവ ഇടാതെയാണ്. ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടി സ്ത്രീകളും ആ രീതി പിന്തുടർന്നാൽ എങ്ങനെയിരിക്കും? വിദ്യാലയങ്ങൾ സരസ്വതി ക്ഷേത്രങ്ങളാണ്. അറിവ് നേടാനുള്ള സ്ഥാപനത്തിൽ അച്ചടക്കത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്, അല്ലാതെ സ്വാതന്ത്ര്യത്തിനല്ല. സ്വാതന്ത്ര്യം വേണം, പക്ഷേ അത് എനിക്കിഷ്ടമുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാവരുത്. പൊതുജന മധ്യത്തിൽ സ്ത്രീയും പുരുഷനും പാലിക്കേണ്ട മര്യാദകൾ കൂടി പഠിക്കേണ്ട ഇടമാണ് വിദ്യാലയം. ജനമധ്യത്തിൽ ഒരു പെൺകുട്ടിക്ക് നിൽക്കേണ്ടി വരുമ്പോൾ അവളുടെ ശരീരഭാഗങ്ങളിലേക്ക് മറ്റുള്ളവർ ശ്രദ്ധിച്ചാൽ എങ്ങനെയാണ് അവൾക്ക് ആത്മവിശ്വാസം കിട്ടുക? ശരീര സൗന്ദര്യത്തിന് പ്രാധാന്യം നൽകുന്ന മോഡലിംഗ് രംഗത്തും അഭിനയ രംഗത്തുമെല്ലാം ഉപയോഗിക്കേണ്ട വസ്ത്രധാരണ രീതിയല്ല വിദ്യാലയങ്ങളിൽ വേണ്ടത്. സന്ധ്യ കഴിഞ്ഞാൽ നമ്മുടെ റോഡുകളിൽ പെൺകുട്ടികൾ സുരക്ഷിതരല്ല. വേഷത്തിൽ ആൺകുട്ടികളോട് തുല്യമായാലും ധൈര്യമായി സഞ്ചരിക്കാൻ കഴിയുമോ? ആൺ പെൺ വസ്ത്രധാരണം ഒരേ രീതിയിലാക്കിയാലോ? ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തി ഇരുത്തിയാലോ? സമത്വം കിട്ടുകയില്ല എന്ന് മാത്രമല്ല, അത് പല ദോഷങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും. അത്തരമൊരു മാറ്റത്തെ ഉൾക്കൊള്ളാൻ ഇന്നത്തെ കേരളം പക്വമായിട്ടില്ല. സാംസ്കാരിക സമ്പന്നമായ കേരളത്തിൽ ഇന്ന് പീഡനങ്ങളും പ്രണയ നൈരാശ്യം മൂലമുള്ള കൊലപാതകങ്ങളും മറ്റും കുറയുകയല്ല, കൂടുകയാണ് ചെയ്യുന്നത് എന്ന് മറക്കരുത്. ഇത്തരം സമത്വ ചിന്തകൾ ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്കതയില്ലാത്ത സമൂഹത്തിലേക്ക് പെൺകുട്ടികൾ പരിഷ്കൃത വേഷവുമായി ഇറങ്ങിയാൽ പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും എന്ന് കൂടി പറയട്ടെ. മാറേണ്ടത് വസ്ത്രമല്ല, മലയാളിയുടെ മനസ്സാണ് എന്ന് മാത്രമേ മധുരം മലയാളത്തിന് പറയാനുള്ളൂ. കാഴ്ചയിൽ അഭംഗിയില്ലാത്തതും എന്നാൽ ചലന സ്വാതന്ത്ര്യം തരുന്നതുമായ യൂണിഫോമുകൾ പല വിദ്യാലയങ്ങളിലും നിലവിലുണ്ട്. സ്കൂൾ യൂണിഫോമുകൾ എല്ലാം തന്നെ പോളിസ്റ്റർ നിർമ്മിതങ്ങളാണ്. കംഫർട്ടബിൾ ആവണമെങ്കിൽ അത് മാറ്റി കോട്ടൺ അല്ലെങ്കിൽ ബനിയൻ ക്ലോത്ത് എന്നിവ ഉപയോഗിക്കണം. കേരളത്തിലെ ചൂട് കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്നതല്ല ഇന്നത്തെ യൂണിഫോമുകൾ ഒന്നും. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ പാലിക്കേണ്ട അകലത്തെപ്പറ്റിയും മര്യാദകളെപ്പറ്റിയും മനഃശാസ്ത്ര ക്ലാസുകൾ ഇപ്പോഴും വിദ്യാലയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ അന്തരം ഇല്ലാതാക്കുന്ന നടപടികൾ ഉണ്ടാവുന്നതിലാണ് അത്ഭുതം. സ്കൂളുകളിൽ കൗമാരപ്രായക്കാർക്കുള്ള ബോധവൽക്കരണ ക്ലാസുകൾ ഇപ്പോഴും പെൺകുട്ടികൾക്ക് മാത്രമാണ്. സ്ത്രീകളെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യാൻ ആൺകുട്ടികൾക്ക് ക്ലാസുകൾ നൽകാത്തത് എന്തുകൊണ്ടാണ്? വേഷവിധാനത്തിലുള്ള മാറ്റം ഉപരിപ്ലവമായ മാറ്റം മാത്രമാണ്. ഇതിനെ ലിംഗസമത്വവുമായി കൂട്ടിക്കെട്ടാനാവില്ല. ഇന്നും നമ്മുടെ വീടുകളിൽ കൂലിപ്പണി ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാരുടെ വേതനം തുല്യമല്ല. വിവാഹവേദിയിൽ സ്ത്രീയും പുരുഷനും തുല്യ വേഷത്തിലെത്തിയാൽ അത് അംഗീകരിക്കാൻ ഈ പുരോഗമനവാദികൾ തയ്യാറാവുമോ? പട്ടുസാരിയും ആടയാഭരണങ്ങളും മുടി നിറയെ മുല്ലപ്പൂവും ചൂടി ഒരു ദിവസം മുഴുവൻ അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ എന്തിനാണ് പെൺകുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്നത്? മാറണം, കേരളം അടിമുടി മാറണം. എങ്കിലേ ലിംഗസമത്വം എന്ന വാക്ക് ഉച്ചരിക്കാൻ നമുക്ക് അവകാശമുണ്ടാവൂ. പാന്റും ഷർട്ടും ധരിച്ച് നിലത്തുനിന്ന് പൊങ്ങിച്ചാടിയാൽ സമത്വമായി ധാരണ ശരിയല്ല. ലിംഗ അസമത്വം തീവ്രമായി നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ 1-ാം സ്ഥാനത്താണ് ഇന്ത്യ. അതിന് മാറ്റം വരുത്തണമെങ്കിൽ വസ്ത്രധാരണമല്ല മാറേണ്ടത്, മനോഭാവമാണ്. സ്ത്രീത്വം എന്നത് മറ്റൊന്നിനോടും തുല്യമാക്കാവുന്ന ഒന്നല്ല. അതിന് അർഹിക്കുന്ന പരിഗണനയും മാന്യതയും നൽകാൻ പുരുഷ സമൂഹം എന്നാണോ തയ്യാറാകുന്നത്, അന്നേ ഇവിടെ ലിംഗസമത്വം ഉണ്ടാകൂ. കൊച്ചുകുട്ടികളിൽ മാറ്റം വരുത്താൻ എളുപ്പമാണ്. സ്ത്രീയെ മാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് ആൺകുട്ടികൾക്ക് പ്രത്യേകം സ്റ്റഡി ക്ലാസുകൾ നൽകണം. വളർന്നു വരുന്ന തലമുറയെങ്കിലും യഥാർത്ഥ ലിംഗസമത്വം എന്തെന്ന് മനസ്സിലാക്കട്ടെ. സമത്വസുന്ദരമായ ഒരു കേരളമാണ് ഞങ്ങളുടെയും സ്വപ്നം. തൊഴിലിടങ്ങളിൽ തുല്യവേതനം,
കുടുംബങ്ങളിൽ തുല്യ പരിഗണന, സമൂഹത്തിൽ മാന്യമായ സ്ഥാനം. സ്ത്രീ അമ്മയും ദേവിയുമായി ആദരിക്കപ്പെടട്ടെ.